ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവാൽ തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ വിചാരങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. സകലവും അവിടുത്തെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും ദൈവത്തിൻ്റെ സന്നിധിയിലാണ്. സത്യവചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാതെ വേലക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നതിനായിരിക്കാൻ ശ്രമിക്കുക. ആഗസ്റ്റ് മാസം 26-ാം തീയതി ക്രിസ്തു വർഷം 2026 പലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം നൽകുന്ന പുതു അവസരങ്ങൾക്കായി ദൈവത്തിന് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേരുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം നാം പഠിച്ചു വരുന്ന എബ്രായ ലേഖനത്തിൽ നിന്ന് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവർ ആകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസ്തരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷം അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെക്കുറിച്ച് ഒരേടത്ത് പറഞ്ഞിരിക്കുന്നു. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇട ശേഷിച്ചിരിക്കയാലും മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകുകയാലും ഇത്ര കാലത്തിൻ്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിച്ചിരിക്കുന്നു. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തി എങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി തീർന്നു. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തനത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച വെളിപ്പാടുകൾ, എത്രയോ ആഴമായ ദൈവിക സത്യങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അത് ഞങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഭാഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വസ്ഥതയെക്കുറിച്ചെല്ലാം ഞങ്ങൾ പഠിക്കുമ്പോൾ അത് ദൈവജനത്തിന് സ്വസ്ഥത, ഒരു ശബത്തനുഭവം പിന്നെയും ശേഷിച്ചിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ആഴമായ ദൈവിക സത്യങ്ങൾ പഠിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മ ഞങ്ങളെ സഹായിക്കണമേ. അത് അങ്ങനെ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ കരുണ കാണിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. സാധാരണ പോലെ നാം കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് നമുക്ക് ഒരു റിവ്യൂ, ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് ആവശ്യമാണ്. നമ്മൾ എന്താണ് നമ്മൾ പഠിച്ചത്, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ നിന്ന് ആ പഠിച്ച കാര്യങ്ങളുടെ മേൽ അതിനോട് കൂട്ടിച്ചേർത്ത്
മറ്റുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതുമാത്രമല്ല, ദൈവവചനം നമ്മൾ എബ്രായ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് ഒന്നിനോട് ഒന്ന് യോജിപ്പുള്ള ആശയങ്ങളും പ്രമാണങ്ങളും ദൈവത്തിൻ്റെ പദ്ധതിയും ഒക്കെയാണ്. അത് വളരെ യോജിപ്പുള്ള വിധത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. എന്നാൽ പാപിയായ മനുഷ്യർ, രക്ഷിക്കപ്പെട്ട പാപികളായ നമുക്ക് പരിശുദ്ധാത്മാവിൽ നമുക്കത് മനസ്സിലാക്കുവാനായിട്ടുള്ള ഒരു കൃപ ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അത് അതേ വിധത്തിൽ മനസ്സിലാക്കുവാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച ചില കാര്യങ്ങളിൽ എബ്രായ ലേഖനം ആർക്കാണ് എഴുതിയത്? അതിൽ നമ്മൾ എന്ന് പറയുന്നവർ, നമ്മൾ ഇവിടെ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 2-ാം വാക്യത്തിൽ അവരെ പോലെ നാമും, അപ്പോൾ 2 കൂട്ടരിലൂടെ കാണും, അവരെ പോലെ നാമും. അപ്പോൾ അവർ എന്ന് പറയുന്ന ആ കൂട്ടരും നാമും. ഒന്ന് യഹൂദ ജനമാണ്, മോശയുടെ ന്യായപ്രമാണം ലഭിച്ച യഹൂദ ജനം, വീണ്ടെടുക്കപ്പെട്ട ജനം. അവരെക്കുറിച്ച് പറയുകയാണ്. അവർക്ക് ഒരു നല്ല സ്വവാർത്ത ദൈവം കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് നാം എന്ന് പറയുമ്പോൾ, അപ്പോൾ നാം എന്ന് പറയുമ്പോൾ അത് 2 വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുണ്ട്. ഒന്ന് യഹൂദ ന്യായപ്രമാണത്തിൽ കീഴിൽ ജനിച്ച യഹൂദൻ ഗോത്രത്തിൽ നിന്ന് യഹൂദന്മാരായവർ രക്ഷിക്കപ്പെട്ട് സഭയോട് ചേർന്ന് കർത്താവ് യേശുവിൻ്റെ ശരീരത്തോട് ചേർന്ന ഒരു കൂട്ടർ. അതുപോലെ തന്നെ ജാതികളിൽ നിന്ന്, നമ്മളെപ്പോലുള്ള ജാതികളിൽ നിന്നും വന്ന 2 കൂട്ടരും ചേർന്നതാണ് സഭ. അപ്പോൾ ഇസ്രായേലും സഭയും. എന്നാൽ സഭയിൽ ഇസ്രായേൽ മാത്രമാണ്. അതുമാതിരി ഒരു പ്രോസലൈറ്റ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവരുടെ സുവിശേഷീകരണം വഴി യഹൂദന്മാരായി തീർന്ന പലരെയും നമുക്ക് കാണാൻ പറ്റും, യഹൂദന്മാരായി തീർന്നവർ. അപ്പം അങ്ങനെ യഹൂദ ജനത്തിൽ എബ്രാഹിമിൻ്റെ വാഗ്ദത്ത സന്തതി ഇസ്ഹാക്കിൽ ജനിച്ച 12 ഗോത്രപിതാക്കന്മാർക്ക് ജനിച്ച മകൾ കൂടാതെ ഉള്ള യഹൂദന്മാരായവരുമുണ്ട്. അതുപോലെ ഇന്ന് സഭയിൽ യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരും ജാതികളിൽ രക്ഷിക്കപ്പെട്ടവരും ചേർന്ന കർത്താവ് യേശുവിന്റെ സഭയാണ് യേശുക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ശരീരമായ ക്രൈസ്തവ സഭ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും വിശ്വസ്തരാകുന്നു. ഇവർക്ക് ആണ് ഈ എഴുതുന്നത്. ഈ എഴുത്തോ അല്ലെങ്കിൽ ഈ പുസ്തകം ഇത് എഴുത്തിൻ്റെ രൂപമുണ്ട്, ഒരു പ്രസംഗത്തിൻ്റെ രൂപമുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ആ ഒഴുക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊരു പ്രസംഗ രൂപത്തിൽ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തൊക്കെ ആയിക്കോട്ടെ, ഇത് ആരാണ് ഇത് വായിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ഈ സ്വസ്ഥയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിൽ നമുക്ക് 2 വ്യത്യസ്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ ആരംഭങ്ങൾ. ക്രൈസ്തവ വിശ്വാസിയാണെങ്കിൽ നമ്മുടെ ആരംഭങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആരംഭമില്ലാത്ത ആരംഭകനായ ദൈവത്തിന് ആരംഭമില്ല, അവസാനമില്ല, ആദിയുമില്ല, അന്തവുമില്ല. നിത്യനായ ദൈവം, അതാണ് ആ ദൈവം. പിന്നെ സൃഷ്ടി. അതിനുശേഷം ബാബേൽ കോട്ട അവർ പണിതു. അവിടെ വെച്ച് ദൈവം എല്ലാവരെയും ജനത്തെയും വിവിധ ഭാഷകൾ നിമിത്തം ഗോത്രങ്ങളായും അവരുടെ സ്ഥലങ്ങളിലേക്ക് കടന്നു അവർക്ക് അങ്ങനെ പല ഗോത്രങ്ങളെ മാറുകയാണ്. ആ സമയത്ത് ദൈവം തനിക്ക് വേണ്ടി ഒരു ജനത്തെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് എബ്രാഹിമും വാഗ്ദത്ത സന്ധിയായ ഐസക്കും, ഐസക്കിലെ 12 ഗോത്രപിതാക്കന്മാരും ഇസ്രായേൽ എന്നറിയപ്പെടുന്ന ആ ജനക്കൂട്ടം. അപ്പോൾ ഈ 2 തരം വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജനിച്ചതാണ് നാം. നമ്മുടെ ആരംഭങ്ങൾ നമ്മളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ അല്പമായിട്ട് കഴിഞ്ഞ ആഴ്ച പരാമർശിക്കുകയുണ്ടായി. എഫേസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ ജാതികളായിരുന്ന യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ദൈവമുള്ളവരും ന്യായപ്രമാണം ലഭിച്ചവരും ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചവരും അവർക്ക് ശുശ്രൂഷകൾ, നമ്മൾ റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിലും 9-ാം അധ്യായത്തിലൊക്കെ യഹൂദന്മാരുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് അല്പമായിട്ടെങ്കിലും അറിയാവുന്നതാണ്. എന്നാൽ ജാതികളായ നമുക്കുടെ പ്രത്യേകത അവളും ഇവിടെ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു. ന്യായപ്രമാണങ്ങളെ നമ്മൾ പരിച്ഛേദനയില്ലാത്തവർ എന്ന് വിളിക്കുന്നവരായിരുന്നു. അതിലേറ്റവും ഉപരിയായിട്ട് നമ്മൾ ദൈവമില്ലാത്തവർ ആയി. ദൈവത്തെ അറിഞ്ഞിട്ടും വേണ്ടാന്ന് വെച്ചവർ.
അവനെ അനുസരിക്കാത്തവരായിരുന്നു. ഈ രണ്ട് കൂട്ടരിൽ നിന്നും ദൈവം തൻ്റെ പുത്രന് വേണ്ടി ഒരു മണവാട്ടി സഭയെ ചേർക്കുകയാണ്. അതാണ് സഭ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മുടെ ആരംഭങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ആരംഭം ജാതിയിൽ നിന്നാണോ? നിങ്ങൾ യഹൂദന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തു ആവശ്യമാണ്. ജാതികൾക്കും. എന്നാൽ ജാതികൾ വാസ്തവമായിട്ട് ആദ്യം ദൈവത്തിലേക്ക് തിരിയണം. ദൈവത്തിലുള്ള മാനസാന്തരം, യേശുവിലുള്ള വിശ്വാസം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ തന്നെ യഹൂദന് ന്യായപ്രമാണത്തിൽ കീഴിയ വാഗ്ദാനങ്ങളും പ്രമാണങ്ങളും അവരുടെ പ്രത്യാശാ വിഷയവും സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രമാണങ്ങളും വിശ്വാസ സത്യങ്ങളും പ്രത്യാശയും പരിശോധിക്കുമ്പോൾ വളരെ വ്യത്യാസമുള്ളതാണ്. ധ്രുവങ്ങൾ പോലെ വിവിധ പൗരസ്ത്യ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, നമ്മൾ പോൾസ് എന്ന് പറയത്തില്ല, അതുപോലെ വ്യത്യസ്തമുള്ള പ്രമാണങ്ങളും അനുഗ്രഹങ്ങളും പ്രത്യാശയുമാണ് സഭയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ സഭയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമുക്ക് നൽകിയിരിക്കുന്ന സഭ പരിജ്ഞാനപൂർത്തിയുള്ളവരായിട്ട്. നമ്മൾ എബ്രായർ 6-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങൾ വായിച്ചു. നമ്മൾ പരിജ്ഞാനപൂർത്തിയുള്ളവരായിരിക്കണം. ജാതികളിൽ നിന്ന് മുന്നോട്ട് വന്നവർ, യഹൂദന്മാരിൽ നിന്ന് മുന്നോട്ട് വന്നവർ, ഇവർ രണ്ടുപേരും പരിജ്ഞാനപൂർത്തിയാകണം. അങ്ങനെ പരിജ്ഞാനപൂർത്തിയായി നാം ദൈവത്തിന് കൊള്ളാകുന്നവരാകണം എന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചൊരു ഉത്തരവാദിത്തമാണ്. പരിജ്ഞാനപൂർത്തി ആയിത്തീരണം എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്തമാണ്. സഭയിൽ നമ്മൾ ജനിച്ചതുപോലെ തന്നെ ശിശുക്കളായിട്ട് ജീവിക്കേണ്ടവരല്ല. വളർച്ച പ്രാപിക്കണം, പക്വതയുള്ളവരായിത്തീരണം. അതിനിവിടെ പറഞ്ഞിരിക്കുന്നത് പരിജ്ഞാനപൂർത്തി. അതിന് അറിവ്, ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ട ഒന്നാണ് ഈ പരിജ്ഞാനപൂർത്തി. അതുമാത്രമല്ല, സഭയെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിനും പ്രമാണങ്ങൾക്കും നമ്മുടെ പ്രത്യാശയ്ക്കും, നമ്മുടെ പ്രത്യാശ വളരെ പ്രധാനപ്പെട്ട, ആരംഭങ്ങളെപ്പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ആരംഭങ്ങളെപ്പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ പ്രത്യാശ എന്താണ്, നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കും, അവസാനങ്ങളിൽ നമ്മുടെ ആരംഭങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. മരണം കൊണ്ടോ ഉൽപ്രാപണം കൊണ്ടോ നമ്മുടെ 1000 ആണ്ട് വാഴ്ചകളുടെ ജീവിതം കൊണ്ടോ അല്ല നമ്മുടെ പ്രത്യാശ അവസാനിക്കുന്നത്. ആ പ്രത്യാശ ആരംഭം മാത്രമാണ്. നിത്യതയിൽ ദൈവത്തോടു കൂടി നമ്മൾ വസിക്കേണ്ടവരാണ്. അപ്പോൾ പ്രത്യാശാ വിഷയങ്ങൾ. അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദൈവം ഈ പ്രത്യാശയ്ക്ക് 2 പ്രമാണങ്ങൾ നമുക്ക്, 2 കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ ആണ. ആണയോ, ഇതിന് ഓത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓത്ത് പറഞ്ഞിരിക്കുക. തൻ്റെ ഏറ്റവും ഈ പ്രപഞ്ച സൃഷ്ടാവ് തന്നെ, അതിൽ വേറൊരാളില്ലാത്തത് കൊണ്ട് തൻ്റെ നാമത്തിൽ തന്നെ ഒരു ആണയിട്ടിരിക്കുകയാണ്. കാരണം ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. 1. 2, നമുക്ക് ദൈവം കള്ളം പറയത്തില്ല. ദൈവം കള്ളം പറയത്തില്ല. ഈ 2 കാര്യങ്ങളാൽ നമുക്ക് നമ്മുടെ പ്രത്യാശാ വിഷയങ്ങൾ സുനിശ്ചയമാണ്. സുനിശ്ചയം. നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത്, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു റിവ്യൂ ആണ്, നമ്മൾ ഓർത്തിരിക്കാനായിട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. എന്നാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണം, അതാണ് അവരെ സംബന്ധിച്ച പ്രമാണം. ആ പ്രമാണത്തിൽ ദൈവം അവർക്ക് അനുഗ്രഹങ്ങളും ഈ സ്വസ്ഥതയും അവർക്ക് ദൈവം പ്രദാനം ചെയ്തിട്ടുണ്ട്. അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പ്രമാണമാണ്, ഒരു പ്രത്യാശാ വിഷയമാണ്, നിങ്ങൾക്ക് ദൈവം സ്വസ്ഥത നൽകുമെന്നുള്ളത്. സഭയ്ക്കും ആ ഒരു സ്വസ്ഥത പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അവരെപ്പോലെ നിങ്ങളും ഒരേ ശുദ്ധവാർത്ത കേട്ടു. അവരുടെ അവിശ്വാസം മൂലം, അനുസരണക്കേട് മൂലം, അവരുടെ ഹൃദയകാഠിന്യം മൂലം അവർക്ക് അതിനകത്ത് കടക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് സഭയ്ക്കും ഒരു സ്വസ്ഥതയുടെ പ്രമാണവും ഒരു പ്രത്യാശ നമുക്ക് നൽകിയിരിക്കുകയാണ്. നാം അതിൽ കടക്കണം. അവരെപ്പോലെ നമ്മൾ നഷ്ടപ്പെട്ട് കളയരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ സാധാരണ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ, രക്ഷിക്കപ്പെട്ട നാൾ മുതലുള്ള ജീവിതം പരിശോധിച്ചാൽ, ഈ വാസ്തവമായിട്ടുള്ള ഈ സ്വസ്ഥതയിലേക്ക് ഈ ദീർഘകാലത്തെ ക്രൈസ്തവ ജീവിതം നമ്മൾ കടന്നിട്ടുണ്ടോ?
എബ്രായ ലേഖനം എഴുതുന്നത് ആദ്യ നൂറ്റാണ്ടിലാണ്. AD 33 കർത്താവ് മരിച്ചുവെങ്കിൽ അതിൻ്റെ 40-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം പ്രത്യക്ഷനായി, 50-ാം നാൾ സ്വർഗ്ഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ അയക്കുകയുണ്ടായത് അല്ലേ? 50-ാം നാൾ 50 പെൻ്റെക്കോസ്റ്റ്. അപ്പോൾ ഈ നാളുകളിൽ ഈ ആരംഭിച്ച ഈ സഭയിൽ ദൈവം പറഞ്ഞ പോലെ ഈ സ്വസ്ഥതയിലേക്ക് ആരെങ്കിലും പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിശോധിക്കേണ്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ എബ്രായ ലേഖനം എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 60-70 മുമ്പ്, കാരണം 70-ലാണ് AD 70-ലാണ് റോമാക്കാർ വന്ന് ഇസ്രായേൽ ജനത്തെ മഹാപീഡനത്തിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നു ഇല്ലയോ? അവർ ദേവാലയം നശിപ്പിക്കുന്നു, അവരെല്ലാവരും പലായനം ചെയ്യുന്നു, ലോകം മുഴുവനും അവർ സെപ്പറേറ്റഡ് ആയിരിക്കുകയാണ്. അപ്പം അതിന് മുമ്പ് അത് പരാമർശിക്കാവുന്നുണ്ട്. AD 70 മുമ്പ് എഴുതപ്പെട്ട പുസ്തകമാണ്. ഏകദേശം നമുക്കറിയാം ഒരു 30-35 വർഷത്തിന് ശേഷമാണ് ഈ ലേഖനം എഴുതുക എന്ന് വെച്ചാൽ, ഈ 35 വർഷം കൊണ്ട് ഇത് എഴുതാനുള്ള കാരണം എന്താണ്? നമുക്ക് ഒരു പ്രത്യാശാ വിഷയം, നമ്മുടെ സ്വസ്ഥയിലേക്ക് കടക്കുക എന്നുള്ള പ്രത്യാശ വിഷയം പിന്നെ ശേഷിക്കുകയാണ് എന്നാണ് വേദത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇസ്രായേൽ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് നഷ്ടപ്പെടരുത്. വാസ്തവമായിട്ടുള്ള സ്വസ്ഥത അതിലേക്ക് നാം പ്രവേശിക്കണം. അപ്പോൾ ഇത് പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഈ സ്വസ്ഥയിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ദൈവം ഉദ്ദേശിച്ച തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുവെങ്കിൽ അതൊരു സ്വർഗീയ അനുഭൂതിയായിരിക്കും. അതുകൊണ്ട് ഇത് വിഷയമുള്ള കാര്യം തന്നെയാണ്. എന്നാൽ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. കാരണം നമ്മൾ വിശ്വസിച്ച് വരുന്ന ചില പ്രമാണങ്ങളുണ്ട്. ദൈവമാര്, ക്രിസ്തുവാര്, രക്ഷ എന്ത്, ഒരുവൻ രക്ഷിക്കപ്പെടാനുള്ള മാർഗം എന്താണ്, അത് വിശ്വാസത്താൽ മാത്രമാണ്, കൃപയാലാണ്, ക്രിസ്തുവിലാണെന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. അതാണ് ശരിയായിട്ടുള്ള രക്ഷയെക്കുറിച്ചുള്ള വിശ്വാസം. സഭ ഇസ്രായേലിന് വ്യത്യസ്തമായ ഒരു ദൈവത്തിൻ്റെ സംവിധാനമാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നാം നമ്മുടെ ഉപദേശങ്ങളുടെ അടിസ്ഥാനമായി നിലനിൽക്കുമ്പോൾ അവയുടെ അടിസ്ഥാനത്തിലായിരിക്കാം നാം ഇതിനെ കാണാൻ പോകുന്നത്. ഈ സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ദൈവശാസ്ത്രവും അതിനെ സംബന്ധിച്ച പല കാര്യങ്ങളും അടിസ്ഥാനത്തിലാണ് നാം പലപ്പോഴും ഈ സ്വസ്ഥത എന്നുള്ള കാര്യത്തെ നമ്മൾ അതിനെ പഠിപ്പിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഒരു കാൽവിനിസ്റ്റാണെന്ന് വിചാരിക്കുക. എൻ്റെ രക്ഷയെ സംബന്ധിച്ച വിശ്വാസം എന്താണ്? നമ്മൾ പെർസവേർ ചെയ്യണം ഇല്ലയോ? നമ്മൾ അവസാനത്തോളം നമ്മൾ പിടിച്ചു നിന്നാൽ മാത്രമേ നമ്മൾ രക്ഷ പ്രാപിക്കുകയുള്ളൂ. അതാണ് അവർ TULIP പെർസവിയറൻസ് ഓഫ് സയൻസ് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ സ്വസ്ഥതയെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ തിയോളജിക്കൽ അടിസ്ഥാനം വെച്ചിട്ട് മാത്രമാണ് അവർക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ കൃപയാൽ വിശ്വാസത്താൽ, യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓത്തനുസരിച്ച് ദൈവത്തിൻ്റെ സെക്യൂരിറ്റി ഓഫ് സാൽവേഷൻ, നമ്മുടെ രക്ഷയുടെ ഭദ്രതയെക്കുറിച്ചൊക്കെ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നവരെങ്കിൽ ഈ സ്വസ്ഥത എന്ന് പറയുന്നത് അതിനോട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അല്ലയോ? നമ്മുടെ രക്ഷയോടുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. ആ സ്വസ്ഥത വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 1000 ആണ്ട് വാഴ്ചയിലും നിത്യതയിലുമൊക്കെയാണ്. കാരണം അവിടെ എല്ലാം സമാപ്തമായിരിക്കുകയാണ്. അപ്പോൾ ഈ സ്വസ്ഥത എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണെന്നുള്ളത് മുൻകൂട്ടി നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നാം 3-4 അധ്യായങ്ങളിലെ സ്വസ്ഥത പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. സ്വസ്ഥത. അപ്പോൾ ഈ സ്വസ്ഥതയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, അതിൻ്റെ 2-ാം അധ്യായം, ഈ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ സ്വസ്ഥതയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം.
ഇങ്ങനെ 2-ാം അധ്യായത്തിന് 1-ാം വാക്യം, ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിർവൃത്തനായി. അത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഈ റെസ്റ്റഡ് ഓൺ ദി 7th ഡേ എന്നാണ്. അവൻ തൻ്റെ സ്വസ്ഥയിലേക്ക് പ്രവേശിച്ചു. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിർവൃതനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. ഇവിടെയാണ് നമ്മൾ ദൈവം താൻ തന്നെ തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച കാര്യം പറയുന്നത്. അപ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ നാം പഠിച്ചു വരുമ്പോൾ 6 ദിവസം ദൈവം സൃഷ്ടികർമ്മം നിവൃത്തിയാക്കി. അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഈ ഫൗണ്ട് എവറിത്തിങ് ഈസ് ഗുഡ്, പെർഫെക്റ്റ്. ഈ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനും മൃഗങ്ങളും സകല ചരാചരങ്ങളും, ഈ കോസ്മോസ് എന്ന് പറയുന്ന അത് മൊത്തത്തിൽ ദൈവം നോക്കിയിട്ട് പറയുന്നത് ഇറ്റ്സ് ഓൾ ഗുഡ്, എല്ലാം നല്ലതായിരുന്നു, പെർഫെക്റ്റായിരുന്നു. ആദാമിൽ ലഭിച്ച ഭാര്യയും പെർഫെക്റ്റായിരുന്നു. എന്നാൽ തുടർന്ന് നമുക്കറിയാം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അധിക നാൾ നീളുന്നതിന് മുമ്പ് തന്നെ ദൈവ സൃഷ്ടിയിൽ, ഈ 6 ദിവസ സൃഷ്ടിയിൽ 7-ാം ദിവസം സ്വസ്ഥത അനുഭവിച്ച് അവിടെ അത് ഏതാം തോട്ടം ഉണ്ടാക്കിയവരേക്ക് പറഞ്ഞയച്ച ആദാമ് പാപം അവിടെ കടന്നു വരികയാണ്. വസ്തുതയിൽ അങ്ങനെയാണ് സ്വസ്ഥത നഷ്ടപ്പെടുന്നത്. അവരെ ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് അവർ പുറത്താക്കുകയാണ്. അപ്പോൾ തുടർന്നും ദൈവം ഈ സ്വസ്ഥതയുടെ കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. താൻ തന്നെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു, തൻ്റെ പ്രവൃത്തികളില്ല. അതുകൊണ്ട് ഈ പ്രവൃത്തികളുമായിട്ട് വളരെ ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ എൻ്റെ ചിന്തയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പ്രമാണം, നമ്മുടെ റോമാലേഖനമൊക്കെ വായിക്കുമ്പോൾ, നിങ്ങൾ കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത്, നിങ്ങൾ പ്രവൃത്തിയാലല്ല. അതുമാത്രമല്ല, നിങ്ങൾ ആരും പ്രശംസിക്കാതിരിക്കാൻ വേണ്ടി അത് പ്രവൃത്തിയാലുമല്ല. അപ്പോൾ രക്ഷ എന്നുള്ളത് അത് കൃപയാലാണ്, അതിൻ്റെ മറുവശമാണ്, അതിൻ്റെ എതിർവശമാണ് പ്രവൃത്തി എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം ദൈവകൃപയും മനുഷ്യൻ കൃപ ലഭിക്കാനുള്ള പ്രവൃത്തിയും അതിനൊരു അവസാനം വരേണ്ട ആവശ്യമാണ്. എന്നാൽ മാത്രമേ വാസ്തവത്തിൽ നമുക്ക് സ്വസ്ഥതയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. വാസ്തവത്തിൽ ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ കൃപയെ അറിയുക, തൻ്റെ പുത്രനിൽ താൻ ചെയ്ത മഹാകൃപയുടെ പ്രവർത്തനങ്ങളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇനി പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സ്വസ്ഥതയിലേക്ക്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു സ്വസ്ഥതയിലേക്ക്, രക്ഷയോടുള്ള ബന്ധത്തിൽ, നിത്യതയോടുള്ള ബന്ധത്തിലുള്ള ഒരു സ്വസ്ഥത നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അതുമാത്രമല്ല, നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ നമുക്ക് വാസ്തവമായിട്ടുള്ള സ്വസ്ഥത. കാരണം എവിടെ നോക്കിയാലും ശത്രുതയാണ്, എവിടെ നോക്കിയാലും ഈ ശത്രുതയും അസമാധാനവും നിലനിൽക്കുമ്പോൾ അവിടെ എങ്ങനെ സ്വസ്ഥതമായിട്ട് മനുഷ്യൻ ജീവിക്കാൻ പറ്റും? ആ അസ്വസ്ഥത ഇന്ന് സഭകളിലും കുടുംബങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രത്യേക ഒരു പ്രമാണമാണ്. അങ്ങനെ നമ്മൾ ഈ സ്വസ്ഥതയെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ ഒന്നാമതായിട്ട് ദൈവം തൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രിയേറ്റീവ് ഓർഡറിൽ ഈ സൃഷ്ടി കർമ്മത്തിൽ തന്നെ ഒരു പ്രമാണം ദൈവം വെച്ചിട്ടുണ്ട്. 6 ദിവസം വേല, 7-ാം ദിവസം സ്വസ്ഥത. അതുകൊണ്ട് 6 days വർക്ക് ആൻഡ് 7th day റെസ്റ്റ്, ഒരു വർക്ക് സൈക്കിൾ. ഇതിനെതിരായിട്ട് ഈ ലോകത്തിൽ, നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഒരുപാട് വ്യക്തികൾ ഇതിനെതിരായിട്ട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. 8 ദിവസം വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് ഡേയ്സ്, 9 ദിവസം. പല രാജ്യങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം അത് വാസ്തവമാണ്, ശരിയാണ്. 5-6 ദിവസം വേല ചെയ്യുക, അത് പ്രഭാതം മുതൽ സന്ധ്യ വരെ, അല്ലേ, 12 hours വർക്ക്. എന്നാൽ 7-ാം ദിവസം സ്വസ്ഥത. തീർച്ചയായിട്ടും അത് ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ ഇതൊരു ദൈവം ഉദ്ദേശിച്ചത് നമുക്കൊരു റിഫ്രഷിങ്ങിന് വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മൾ 6 ദിവസവും ജോലി ചെയ്ത് 7-ാം ദിവസം വിശ്രമിച്ചില്ല എങ്കിൽ തിങ്കളാഴ്ച നമുക്ക്, അതുകൊണ്ട് മൺഡേയ്സ് ലോങ്ങർ ദൻ സൺഡേ എന്ന് സാധനം പറയാറുണ്ട് ഇംഗ്ലീഷിൽ. കാരണം എന്താ,
സൺഡേ ആണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ ജോലി ചെയ്യുന്നത്. എന്താ? അവന് ബീച്ചിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, സൈക്ലിങ്ങിന് പോകുന്നു, മാരത്തോൺ ഓടാൻ പോകുന്നു. അങ്ങനെ തിങ്കളാഴ്ച തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജോലി ശരിക്കും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം, ക്രിയേറ്റീവ് ഓർഡർ എന്ന് പറയുന്ന 6 ദിവസം ജോലി, 7-ാം ദിവസം അത് വിശ്രമമാണ്. അങ്ങനെ നമ്മൾ റിഫ്രഷ് ചെയ്ത് റെസ്റ്റ് ചെയ്ത്, എന്നാൽ ആ റെസ്റ്റിനോടുള്ള ബന്ധത്തിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്. ദൈവസൃഷ്ടിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അതിനോട് ബന്ധത്തിൽ ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കാം. റോമാലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാം വാക്യം ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് അതിൻ്റെ 19-ാം വാക്യം, 1-ാം അധ്യായം റോമാലേഖനം. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. എന്താണ് ദൈവം വെളിവാക്കിയത്? അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ തൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന്. സൃഷ്ടിയെ സംബന്ധിച്ച് ഈ പ്രപഞ്ചം, ഈ കോസ്മോസ് എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. അത് 24 മണിക്കൂറുള്ള ഒരു ദിവസം, അങ്ങനെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എങ്കിൽ അവിടെ ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവവും അദൃശ്യ ലക്ഷണങ്ങളും നിത്യശക്തിയും ദിവ്യത്വവുമായി അദൃശ്യ ലക്ഷണങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ദൈവം ഈ സൃഷ്ടി അപ്പോൾ ഇത് നമ്മുടെ സ്വസ്ഥത. 7-ാം ദിവസം ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ തീർച്ചയായിട്ടും അത് അപാരമായ നമുക്കൊരു റിഫ്രഷ്മെൻറ്റ്, ഒരു റിഫ്രഷിങ് ആയിട്ട് നമുക്ക് പിന്നെ 6 ദിവസത്തേക്ക് ജോലി ചെയ്യാനുള്ള ഊർജവും ശക്തിയും മോട്ടിവേഷനൊക്കെ നൽകുമെന്നുള്ള യാതൊരു സംശയമില്ല. നമുക്കറിയാം ജോബിൻ്റെ വാസ്തവമായി സംഭവിച്ച കാര്യമാണ്, നമ്മൾ എഴുതിയിട്ടുണ്ട്. അവസാനം ദൈവം പ്രത്യക്ഷപ്പെടുന്നവൻ്റെ കഷ്ടങ്ങളും പ്രയാസങ്ങളുടെ മധ്യത്തിലും അവിടെ ദൈവം ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഞാൻ സൃഷ്ടിച്ചപ്പോൾ നീ ഉണ്ടായിരുന്നു എന്നൊക്കെ വലിയ ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ ഈ സ്വസ്ഥതയിലേക്കുള്ള 7-ാം ദിവസം. അതുകൊണ്ടാണ് അത് ദൈവം അതിനെ ഈ ബ്ലെസ്സഡ് ഇറ്റ്, അതിനെ അനുഗ്രഹിച്ചു, അതിനെ അത് ശുദ്ധീകരിച്ചു. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ അത് സെപ്പറേറ്റഡാണ്. അത് എബ്രായ ഭാഷയിലായാലും ഗ്രീക്ക് ഭാഷയിലായാലും ഈ ഹോളി, ഈ മേഡ് ഇറ്റ് ഹോളി, ആ സാങ്ക്ടിഫൈഡ് ഇറ്റ് എന്നൊക്കെ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ദൈവം അതിന് ആ 7-ാം ദിവസത്തെ അത് മാറ്റി പ്രത്യേകമായി വെച്ചിരിക്കുകയാണ്. 6 ദിവസം വേല, 7-ാം ദിവസം അത് പ്രത്യേക ദിവസം. 3 കാര്യങ്ങൾ പറഞ്ഞു: ബ്ലസ്സഡ് ആൻഡ് ഹി ഹാസ് സെപ്പറേറ്റഡ് ഇറ്റ്, ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫോർ റെസ്റ്റ് ആൻഡ് റിഫ്രഷ്മെൻറ്റ്, ഓക്കെ. അപ്പോൾ അങ്ങനെ നാം സൃഷ്ടിയെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനൊരു സ്വസ്ഥത. എന്നാൽ നമുക്കറിയാം ആ സ്വസ്ഥത പാപനിമിത്തം, ആദാമിൻ്റെ പാപനിമിത്തം നമുക്ക് നഷ്ടപ്പെട്ടു. ആ സ്വസ്ഥത വീണ്ടും നമുക്ക് നൽകുവാൻ ദൈവം പ്രമാണങ്ങളും വാഗ്ദാനങ്ങളും നൽകിയിരിക്കുകയാണ്. അതിലേക്ക് നാം പ്രവേശിക്കണം എന്ന് തന്നെയാണ് ഈ എബ്രായ ലേഖനത്തിൽ നാം കാണുന്നത്. അതിനുശേഷം നമ്മൾ സൃഷ്ടിക്ക് ശേഷം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ, മോശമുഖ ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അവിടെ പിന്നെയും പറയുവാണ്, ഞാൻ ഇങ്ങനെ 6 ദിവസം കൊണ്ട് സൃഷ്ടിക്കുകയും 7-ാം ദിവസം സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച് അതിനെ വിശദീകരിക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങൾ ശാബത്ത് ആചരിക്കണം. അപ്പോൾ ശാബത്തും ഈ ദൈവത്തിൻ്റെ സ്വസ്ഥതയും തമ്മിലുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്കറിയാം മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് കാനാൻ ദേശത്തേക്ക് തേനും പാലും ഒഴുകുന്ന, ദൈവം രാജാവായിട്ട് ഭരിക്കുന്ന, ശത്രുക്കളെ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്ത് സ്വസ്ഥതയുള്ള ഒരു പ്രദേശമാണ് ഈ കാനാൻ ദേശം. എന്നാൽ അത് ജോഷുവ മുഖാന്തരം അത് പ്രവേശിച്ചെങ്കിൽ അവർക്ക് ആ വിധത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരനുസരണക്കേടും ഹൃദയ കാഠിന്യവും അവിശ്വാസമൊക്കെ നിമിത്തം അവർ സാധിച്ചില്ലെന്നുള്ള കാര്യം. എങ്കിലും അതൊരു സ്വസ്ഥതയുടെ ഒരു വാഗ്ദാനമായിരുന്നു. പിന്നെ തുടർന്ന് ഏകദേശം ന്യായപ്രമാണം കൊടുത്തത് BC 1500 എങ്കിൽ ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ 1000 ആണ്ടിൽ അവിടെ ദാവീദ് രാജാവായി വാഴുന്ന കാലം, രാജാവായി വാഴുന്ന ഈ ദാവീദിലൂടെ വീണ്ടും ദൈവം ഒരു സ്വസ്ഥതയുടെ വാഗ്ദാനം നൽകിയാണ്. പിന്നെയും
അപ്പോൾ അങ്ങനെ നമ്മൾ ഈ സ്വസ്ഥതയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ടൈം ലൈന് നമ്മൾ ചരിത്രത്തിൽ നമ്മളത് വെളിപ്പെട്ട് വരുമ്പോൾ, എന്നിട്ട് പുതിയ നിയമസഭയോട് യേശുക്രിസ്തു പറയുകയാണ്, ദൈവം പറയുകയാണ് ഈ എഴുത്തുകാരനിലൂടെ ആ സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാലേ നമ്മൾ വായിച്ചത് അതിൻ്റെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. 4-ാം വാക്യത്തിൽ 4-ാം അധ്യായത്തിൻ്റെ അവൻ്റെ സ്വസ്ഥയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുകയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. ഈ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെടാവുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ സ്വസ്ഥത നഷ്ടപ്പെടാം, രക്ഷയല്ല നഷ്ടപ്പെടുന്നത്. രക്ഷയുടെ ഉറപ്പ് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ദൈവം കള്ളം പറയത്തില്ല, ദൈവം ആണയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മുടെ രക്ഷയെ സംബന്ധിച്ചുള്ള പ്രമാണങ്ങളും വാഗ്ദാനങ്ങളും ദൈവവചനവും അത് ഉറപ്പാണ്, പ്രത്യാശയും ഉറപ്പാണ്. എന്നാൽ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് അത് പ്രയാസമുണ്ടാക്കാം എന്ന് തന്നെയാണ് ഈ വേദഭാഗം നമ്മളോട് പറയുന്നത്. അങ്ങനെ രണ്ടാമത് ന്യായപ്രമാണം അനുസരിച്ച് ശാബത്ത്, അതുകൊണ്ട് ന്യായപ്രമാണത്തിലെ ഒരു പ്രമാണമാണ് നിങ്ങൾ ശാബത്ത് ഓർമ്മിക്കണം. എന്തും പറഞ്ഞുകൊണ്ട് ഓർമ്മിക്കേണ്ടത്? ദൈവം 6 ദിവസം കൊണ്ട് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങൾ 7-ാം ദിവസം. അത് ആരോടാണ് പറയുന്നത്? വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തോട്. അതുകൊണ്ട് അത് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഈ സ്വസ്ഥത എന്ന് പറയുന്നത്, റെസ്റ്റ് എന്ന് പറയുന്നത്, ആത്മീയമായിക്കോട്ടും ഭൗതികമായിട്ടും ഉള്ള ഒരു ശാന്തത, ഒരു സ്വസ്ഥത. ദൈവമാണ് സൃഷ്ടാവ്, ദൈവമാണ് പരിപാലകൻ. കർത്താവ് യേശുക്രിസ്തുവാണ് തൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ എല്ലാം ഉൾക്കൊള്ളുന്നത്. അവൻ്റെ വാഗ്ദാനങ്ങൾ ഉറപ്പാണ്, അവൻ്റെ പ്രത്യാശ വിഷയങ്ങൾ ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു വലിയ സ്വസ്ഥത നമുക്ക് നഷ്ടപ്പെട്ടുക എളുപ്പമാണ്. അതിനെ തുടരുക എന്നുള്ളത്, അതിലേക്ക് കടക്കുകയെ തുടരുക എന്നുള്ളത് വിഷമമുള്ള കാര്യം. അതിന് എതിരായിട്ടുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യാതൊരു വിധത്തിൽ നമുക്ക് സ്വസ്ഥത നൽകാതെ വണ്ണം ഇന്ന് ദൈവത്തിൻ്റെ ശത്രുവായ സാത്താനും അവൻ്റെ ആൾക്കാരും ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ന്യായപ്രമാണം അനുസരിച്ച് 7-ാം ദിവസം ശബത്ത്, അന്ന് ആണിനും പെണ്ണിനും വേലക്കാർക്കും ആണിനും പെണ്ണിനും മൃഗങ്ങൾക്കും അന്ന് വേല ചെയ്യാൻ പാടില്ല, നോ വർക്ക്. എന്നാൽ 6 ദിവസം ഡോൺ ടു ഡസ്ക് നമ്മൾ ജോലി ചെയ്തേ പറ്റൂ. എന്നാൽ 7-ാം ദിവസം നോ വർക്ക് അറ്റ് ഓൾ. അതുമാത്രമല്ല, അന്ന് തലേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം കുക്ക് ചെയ്ത് വെക്കണം. അന്ന് കുക്കിംഗ് പോലും പാടില്ല. പിന്നെ നമുക്കറിയാം, ഈ ന്യായപ്രമാണം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവം 400 വർഷത്തെ ഈജിപ്തിലെ മിസ്രൈമിലെ അടിമത്വം, ദൈവം ആടിൻ്റെ രക്തം മുഖാന്തരം അവരെ വീണ്ടെടുത്ത് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ ഏകദേശം 3-ാം മാസം ആണ് അവർ സീനായ് മലയിൽ എത്തുന്നത്. അവിടെ വെച്ചാണ് 3-ാമത്തെ മാസമാണ് അവർക്ക് ന്യായപ്രമാണം കൊടുക്കുന്നത്. അപ്പോൾ ഇവർ വീണ്ടെടുത്തതിന് ശേഷം കുറച്ച് നാളുകൾ ന്യായപ്രമാണം ലഭിച്ചിട്ടില്ല. അപ്പം ന്യായപ്രമാണം ഇല്ലാത്ത സമയത്ത് പോലും ദൈവം ഈ ശബത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഈജിപ്തിൽ നിന്ന് വന്ന ആൾക്കാരല്ല, അവർക്ക് കൃഷി ചെയ്യാനോ ഒന്നും സൗകര്യങ്ങളില്ല. ദൈവം അവർ പിറുപിറുത്തു, ഞങ്ങൾക്ക് ഈജിപ്തിൽ നിന്ന് എന്നും കൊന്ന് ബിരിയാണി തിന്നണ ആൾക്കാരായിരുന്നു, ഞങ്ങൾക്ക് അതുമില്ല, മീറ്റില്ല, ഞങ്ങൾക്ക് മാംസം തിന്നാൻ കിട്ടുന്നില്ല, ഞങ്ങൾ വെറുതെ കൊല്ലാൻ കൊണ്ടുവന്നിരിക്കാമെന്ന് പോലുള്ള ഭയങ്കര ഗ്രംബിളിംഗ് ആയിരുന്നു. ദൈവം അവർക്ക് എന്ത് ചെയ്തു? മന്ന കൊടുത്തു, ഇല്ലയോ? മന്ന അവർ 6 ദിവസം അവരുടെ ആ ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് എല്ലാവരും അത് പെറുക്കിയെടുക്കണം. എന്നാൽ വെള്ളിയാഴ്ച എന്തു ചെയ്യണം? 2 പ്രാവശ്യത്തേക്കുള്ളത്, പിറ്റേ ദിവസത്തേക്കും വേണ്ടിയുള്ളത് പെറുക്കിയെടുക്കണം. 7-ാം ദിവസം എന്ത് പറ്റും? അന്ന് മന്ന വീഴത്തില്ല, 6-ാം ദിവസം പെറുക്കിയത്. അപ്പം അങ്ങനെ നമ്മൾ ഈ സ്വസ്ഥതയെക്കുറിച്ച്
ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ പ്ലാനും ആ ആശയങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ഒരു സ്വസ്ഥത അതിലേക്ക് പ്രവേശിച്ചു. ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുമ്പ് മരുഭൂമി യാത്രയിൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് ഒരു സ്വസ്ഥതയുടെ 7-ാം ദിവസം. ന്യായപ്രമാണം അനുസരിച്ച് അവർ 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. ഇന്നും ഇസ്രായേലിൽ ശബത്തിൽ അവർക്ക് യുദ്ധം ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ദുഷ്ടൻ്റെ ദുഷ്ടത നിമിത്തം അവർ പലപ്പോഴും അവരുടെ ശനിയാഴ്ചയും അവർ ബോംബൊക്കെ ഇടാറുണ്ട്, മനുഷ്യരെ കൊല്ലാറുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് അന്ന് ഒന്നും ചെയ്യാൻ പാടില്ല. നോ വർക്ക് അറ്റ് ഓൾ. അത് ദൈവത്തിന് വേണ്ടി, അത് വിശുദ്ധമാണ്. അതൊരു റിഫ്രഷിങ്ങിന് വേണ്ടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ചില ഒബ്സർവേഷൻസ് ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇത് ക്രിയേറ്റീവ് ഓർഡറാണ്, സൃഷ്ടികർമ്മത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. രണ്ടാമത് 6 ദിവസം ജോലി ചെയ്യണം, 7-ാം ദിവസം വിശ്രമിക്കണം. അതുമാത്രമല്ല, ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു. അത് അതിനുവേണ്ടി ദൈവം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്, ദൈവം അതിനോട് മാറ്റിവെച്ചിരിക്കുകയാണ് 7-ാം ദിവസം. അതുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച ദിവസം നമുക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഞായറാഴ്ചയാണ്. ഫസ്റ്റ് ഡേ ദി ലോർഡ് റോസ് അഗെയിൻ. അന്ന് നമുക്ക് സെപ്പറേറ്റ് ഡേ ആണത്, ശബത്തല്ല. നമ്മൾ ന്യായപ്രമാണത്തെക്കുറിച്ച് 10 കൽപ്പനകൾ വായിക്കുമ്പോൾ ഈ 10 കൽപ്പനകൾ നമ്മൾ പുതിയ നിയമത്തിൽ കാണാൻ കഴിയും. എന്നാൽ ഒരു കൽപ്പന നമുക്ക് കാണാൻ കഴിയില്ല, അത് ശബത്ത്. സഭയ്ക്ക് ശബത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നൽകിയിട്ടില്ല. എന്നാൽ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്ത്യാനിയാണ്, നാം 6 ദിവസം ജോലി ചെയ്യണം, 7-ാം ദിവസം നമുക്ക് വിശ്രമ ദിവസം. അത് ദൈവത്തിൻ്റെ ഒരു ഓർഡറാണത്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ഒരു പ്രമാണമല്ല, യൂണിവേഴ്സലാണത്, ക്രിയേറ്റീവ് ഓർഡറാണ്. അതുമാത്രമല്ല, ദൈവം അതിനെ അനുഗ്രഹിച്ചു, അതിനെ സെപ്പറേറ്റായി. ഈ ഹോളി എന്നുള്ള വാക്കിന് സെറ്റ് അപ്പാർട്ട്, കോൺസെക്രേറ്റ് ഒക്കെ എന്നർത്ഥം. അതുമാത്രമല്ല, ഈ ശാബത്തിനെക്കുറിച്ചും ഈ സ്വസ്ഥ എന്ന് പറയും, ഇറ്റ് ഈസ് ഓഫ് ദി ലോർഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ദിവസമാണ്, ദൈവത്തിന് ഉണ്ടാക്കിയ ശാബത്താണ്, സ്വസ്ഥതയാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അല്ലാതെ മനുഷ്യനോ നമ്മുടെ നിയമങ്ങളോ ഉണ്ടാക്കിയതല്ല. ഇത് ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ ഓർഡറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സാബത്ത് ഓഫ് ദി ലോർഡ് യുവർ ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് റെക്കഗ്നിഷൻ ഓഫ് ക്രിയേറ്റർ, ദൈവത്തെ സൃഷ്ടാവായിട്ട് പരിഗണിക്കാനും അതിൻ്റെ പ്രാധാന്യവും. അതുകൊണ്ട് കാലണ്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കാലണ്ടർ, നമ്മുടെ കൗണ്ടിങ് എങ്ങനെയായിരിക്കണം? ക്രിയേഷൻ തൊട്ടായിരിക്കണം അല്ലേ? അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവർക്ക് പ്രത്യേക കാലണ്ടർ കൊടുത്തിട്ടുണ്ട്. മനുഷ്യരായ നാം സോളാർ, സൂര്യൻ്റെ അതിൻ്റെ ഓർബിറ്റ് അനുസരിച്ച് നമ്മൾ സോളാർ കലണ്ടറുണ്ട്, മൂണിൻ്റെ അനുസരിച്ചുണ്ട് ലൂണാർ കലണ്ടർ എന്ന് പറയും. എന്തൊക്കെയായാലും ഒരു ഗോഡ്ലി ഓർഡർ, ഒരു ക്രിയേറ്റീവ് ഓർഡർ, ഇറ്റ് ഈസ് ഓഫ് ദി ലോർഡ് എന്നുള്ളൊരു ആശയം നമ്മുടെ സ്വസ്ഥതയായിട്ട്, വർക്ക് കൾച്ചറായിട്ട് എല്ലാം വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇത്ര ഗംഭീരമായ ഒരു വിഷയമാണ് നാം ഈ സ്വസ്ഥത എന്നുള്ള കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്നത്. എത്രയോ ശ്രമകരമായ കാര്യമാണെന്ന് അത് കൂടുതൽ വായിക്കും തോറും അതിൻ്റേതായ ഗാംഭീര്യവും അതിൻ്റേതായ പ്രത്യേകതകളും അതിൻ്റേതായ പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സ്വസ്ഥതയിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്ന് തന്നെയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ തുടരാം. അതിനിടെ നമുക്ക് ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കാം. ദൈവത്തെ ശരിയായി മനസ്സിലാക്കി, സൃഷ്ടി മനസ്സിലാക്കി, വീണ്ടെടുപ്പ് മനസ്സിലാക്കി, യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി, കാൽവരി ക്രൂശിനെ മനസ്സിലാക്കി നാം ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ച്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മുഖാന്തരം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അത് പ്രവൃത്തിയാലല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ കൃപയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തന തലം അത് നമുക്ക് സ്വസ്ഥത നൽകുകയില്ല എന്ന് വാസ്തവമായിട്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ദൈവത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു താക്കീത്
ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട്, കൃപയെ മനസ്സിലാക്കുവാൻ, പ്രവൃത്തിയെ മനസ്സിലാക്കുവാൻ, കർത്താവ് യേശു ക്രിസ്തുവിൽ ദൈവം ചെയ്ത വലിയ കൃപകളെ മനസ്സിലാക്കുവാൻ, നിൻ്റെ പ്രമാണങ്ങളും നിൻ്റെ വാഗ്ദാനങ്ങളും പ്രത്യാശാവിഷയങ്ങളും മനസ്സിലാക്കി വാസ്തവമായിട്ട് ഞങ്ങൾ ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരും പഠിപ്പിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.